ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി എത്ര പറഞ്ഞിട്ടും അരുണിനെ ദേവു കല്യാണം കഴിക്കാൻ സച്ചി സമ്മതിക്കുന്നില്ല. നീ എൻ്റെ ജീവൻ വേണമെങ്കിൽ ചോദിച്ചോ രേവതി, ഞാനത് സന്തോഷത്തോടെ തരാം. പക്ഷെ ഇത് ഞാൻ സമ്മതിക്കില്ല. നമ്മൾ കൈപിടിച്ചു കൊടുത്തിട്ട് അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കില്ല രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചി വണ്ടിയെടുത്ത് പോകുന്നു. സച്ചി പോയതിനു ശേഷം രേവതി ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. സച്ചി ഏട്ടന് ഇഷ്ടമല്ലെങ്കിലും ദേവുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇത് ചെയ്തു കൊടുത്തേ മതിയാവൂ. അവൾ ആദ്യമായിട്ടാണ് ഒരാഗ്രഹം പറഞ്ഞത് അല്ലേ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട് രേവതി. പിന്നീട് സച്ചി കുടിച്ച് ലക്ക് കെട്ട് വരുന്നു. ചന്ദ്രമതിയുടെ കവിളിൽ പിടിച്ച് എന്ത് സുന്ദരിയാ എൻ്റെ അമ്മ, തനി തങ്ക എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ പിടിക്കുമ്പോൾ ചന്ദ്രമതി അവിടെ അടുത്തുണ്ടായിരുന്ന സോഫയിൽ ഇരുന്നു പോയി. സച്ചി ഓടി വന്ന് ചന്ദ്രമതിയുടെ മടിയിൽ തലവച്ച് എൻ്റെ അമ്മ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കിടക്കുന്നു. ചന്ദ്രയും രേവതിയും പേടിച്ചുപോയി. ചന്ദ്ര പതുക്കെ വാത്സല്യത്തോടെ സച്ചിയുടെ തലയിൽ വിരലോടിച്ചു. ഇതിനിടയിൽ രവിയേട്ടൻ വരുന്നുണ്ട്. സച്ചി പറയുന്നത് ഇവർ തമ്മിൽ വഴക്കുണ്ടാകാറുമുണ്ട്, പിണങ്ങാറുമുണ്ട്. എന്നാലും അച്ഛൻ പറയുന്നത് അമ്മ കേൾക്കും, അനുസരിക്കും. പക്ഷെ നീ എന്ന് പറഞ്ഞ് രേവതിയെ ചൂണ്ടുന്നു. സച്ചിയുടെ മനസ്സു നിറയെ ദേവുവിനോട് ഒരു അനുജത്തിയോടുള്ള സ്നേഹമാണ്. അവൾക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ. ഇനി എല്ലാവരും കൂടി സച്ചിയുടെ സമ്മതമില്ലാതെ ആ കല്യാണം നടത്തുമോ, രേവതിയും അതിന് കൂട്ടുനിൽക്കുമോ എന്നൊക്കെയാണ് സച്ചിയുടെ പേടി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.